ഈ വാഴ ഇങ്ങനെ നിൽക്കുന്നത് ഇത് കാറ്റുകേടെന്ന് പറയും. കാറ്റുകേടല്ല, മാണക്കേട്. അതായത് കാറ്റുകേട്, കൂമ്പടപ്പ്, മണ്ടമരുന്ന് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഏത്തവാഴകൾ ഉണ്ടാകുന്നതാണ്. ഇതിനകത്ത് എന്ന് വെച്ചാൽ ഈ വിത്തില് ഈ ചോടിൽ മൊത്തം ഇത് വ്യാപിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള വിത്തുകൾ കൊണ്ടുപോയി നട്ടിട്ടാണ്. ഇത് കണ്ടോ, ഇതിന്റെ മണ്ട നിൽക്കുന്നത് കണ്ടോ, ഇത് പോയി. കൃഷിക്കാർക്ക് അറിയത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഈ കടകളിൽ പോയി എടുക്കുമ്പം ഇങ്ങനെയുള്ള വിത്തുകൾ കയറി വരും, കണ്ടാൽ തിരിച്ചറിയാൻ പറ്റിയല്ല. അപ്പൊ ഇങ്ങനെയുള്ള വിത്തുകൾ ഇതിന്റെ ഇപ്പം പോയി. ഇത് കണ്ടോ, പോയി ഇത് കണ്ടോ, പോയി, സംഭവം പോയി, കിളുത്തായി വരും. ഈ സംഭവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ കൈ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ നിൽക്കും. ഇതുകൊണ്ട് ഒരേ ലെവലിലാണ് ഇതിന്റെ ഇല വരുന്നത്, ഒരേ ലെവലില്. അതേസമയം ബാക്കിയുള്ളതിന്റെ ഇവിടെ നോക്കി, ബാക്കിയുള്ളതിന്റെ ഒന്നിന്റെ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും, അങ്ങോട്ടായിരിക്കും പോകുന്നത്, തിരിച്ച് ഇങ്ങോട്ട് വരും. ഇതെന്ന് പറയുന്നത് എല്ലാം ഒരേ ലെവലിൽ ഇങ്ങനെ മേളിലോട്ട് വന്നോണ്ടിരിക്കും. ഇതൊരു ഭയങ്കര തിരിച്ചറിവാ ഇത്. ഇത് കണ്ടോ, പിന്നത്തെ ഭാഗം ചേർന്ന ഈ ഇല നോക്കിക്കേ, ഇതിനെല്ലാത്തിനും ഈ ഭാവിച്ചിട്ടുണ്ട്. ഈ ഇലയ്ക്കും എല്ലാം ഈ ഇലയുടെ ഈ ഭാഗങ്ങളിൽ ഞുറി പോലെ ഒരു മഞ്ഞളിപ്പ് പോലെ വരുന്നുണ്ട്. ഇതിനുമുണ്ട്, ഇതിന്റെ കൂമ്പയിലുമുണ്ട് ഒരു ഞുറിച്ചിൽ പോലെ. ഇത് കണ്ടാ അറിയാം ഈ സംഭവത്തിന്. പിന്നെ ഈ ചോട് പാഴായി പോയതാണോ? ഈ ചോട് മൊത്തം പാഴായിപ്പോയാ. ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, പ്രതിരോധശേഷി കുറഞ്ഞ സാധനം കേടുണ്ടാകാനുള്ള സാധനങ്ങൾ കൂടുതലുണ്ടാകുന്നത്. വണ്ട് കുത്തിയതും ഇതുപോലെ തന്നെ വരും. കാരണം മരിക്കുകയല്ലേ, അതിന്റെ വിത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ട് കുത്തിയതിന്റെ വിത്തും പിരിച്ചു കൊടുക്കും. ആ പിരിച്ചു കൊടുക്കുന്ന വിത്തിനും പ്രതിരോധശേഷി മറ്റേ വണ്ടിനെ കുറവാ. അപ്പൊ വണ്ടിന്റെ ബീജം അതിലുണ്ട്. അത് നിമിഷം നേരം കൊണ്ട് അതിനുള്ള ആകർഷിക്കാനുള്ള വണ്ടാൽ അതിനെ തന്നെ പോയിട്ടുണ്ട്. നിമിഷം നേരം കൊണ്ട് തന്നെ അവൻ അടുത്ത മുഴുവൻ ഉണ്ടാവും. ആ വിത്തേന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഇത് മൂടെ മാറ്റി കളയാന്നുള്ളത്, ഡിസ്പോസ് ചെയ്ത് കളയാന്നുള്ള കേസേ ഉള്ളൂ. ഇതിന്റെ ഒരു വിത്ത് എടുത്ത് വെച്ചിട്ടും ഒരു കാര്യമില്ല. അത്രേ ഉള്ളല്ലേ. ഇത് കൃത്യമായിട്ട് ഇത് കണ്ടോ, ഈ ഇലയും കണ്ടോ, ഇത് കണ്ടോ, ഒരേ ലെവലിൽ വന്നിരിക്കുന്ന കണ്ടോ, ഒരേപോലെ ഇങ്ങനെ മേലോട്ട് വരും. ഇത് കൊണ്ടുപോയി വെച്ചു, കിളുത്ത് കയറും, എല്ലാം കഴിയും. പക്ഷെ സംഗതി കുറെ കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ തന്നെ ഇരിക്കും, കേടായി പോളൂ. ഇതിവിടെ വെച്ച് പോയിരിക്കുന്നതാണ്. മാണപ്പുഴുവിന്റെ ഇത് കൊണ്ടും ഉണ്ടാകാം, വണ്ട് ശല്യം കൊണ്ടുണ്ടാകാം, ഇങ്ങനെയെല്ലാം സംഭവം ഉണ്ടാകും. ഇത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ 5 കുഞ്ഞുങ്ങളുണ്ട്, 5ഉം കേടുണ്ടാവും. പിന്നെ വണ്ട് കയറാനുള്ള 90% സാധ്യതയുള്ള വിത്തുമാണിത്. അപ്പം വണ്ട് കയറാനുള്ള സാധ്യത കൂടുതലുള്ള വിത്തുകളാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.